ഹായ് ഗൈസ്, നമ്മൾ NCERT പൊളിറ്റി ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ആണ്. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉച്ഛല ജലധി തരംഗ. സോ നമ്മളിപ്പം കേട്ടത് നമ്മുടെ നാഷണൽ ആന്തത്തിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ. സോ നമുക്കിതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ദ ആർട്ട് ദി റൂളർ ഓഫ് ദി മൈൻഡ്സ് ഓഫ് ഓൾ പീപ്പിൾ, ഡിസ്പെൻസർ ഓഫ് ഇന്ത്യാസ് ഡെസ്റ്റിനി, ദൈ നെയിം റോസസ് ദി ഹാർട്ട് ഓഫ് ദി പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത് ആൻഡ് മറാത്ത, ഓഫ് ദി ദ്രാവിഡ്സ് ആൻഡ് ഒഡീഷ ആൻഡ് ബംഗാൾ. It echoes the hills of the Vindhyas and Himalayas, mingles in the music of Yamuna and Ganga, and is chanted by the waves of the Indian Sea. They pray for the blessings and sing the saving of all people waits by the land. The dispenser of India's destiny, victory, victory, victory to thee. ഇവിടെ പറയുന്നത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ പറ്റിയാണ്. സോ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് പണ്ടത്തെ കാലഘട്ടത്തിലെ കാര്യമാണ്. ഇന്നത്തെ സൊസൈറ്റി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് ചിന്തിക്കരുത്. സോ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റി പല പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇപ്പം നമുക്കറിയാം, അവിടെ സമ്പന്നരുണ്ടായിരുന്നു, മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ദരിദ്രരും ഉണ്ടായിരുന്നു ഇല്ലേ. സോ ഈ ഓരോ ക്ലാസ്സസിനും കിട്ടുന്ന റിസോഴ്സസ് ആണെങ്കിലും ഒപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും എന്താണ് ഡിഫറെൻ്റ് ആയിരുന്നു ഇല്ലേ. സോ അതിൻ്റെ ബേസിസിൽ അവരുടെ ഓരോ ജീവിത രീതികളും വ്യത്യസ്തമായിരുന്നു. ഒപ്പം തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ പേരൻസ് എന്ത് പ്രൊഫഷനാണോ ചെയ്യുന്നത് അത് തന്നെയായിരുന്നു അവരുടെ കുട്ടികളും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സിസ്റ്റം സൊസൈറ്റിയിൽ ഇറിവേഴ്സിബിളായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. സോ ഈ ഒരു കാര്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ പറ്റിയാണ്. സോ നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉണ്ട്, നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ഫെസ്റ്റിവൽസ് ആണെങ്കിലും റിലീജിയസ് പ്രാക്ടീസസ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു ഇല്ലേ. ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം, അതായത് മോർ ദാൻ 200 years എഗോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയ്റോപ്ലെയിന്, ബസ്, കാറ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് മാറുന്നത്. സോ അതിന് മുമ്പൊക്കെ നമ്മൾ എന്താണ്, കാൽനട അല്ലെങ്കിൽ കുതിരപ്പുറത്ത്, ഷിപ്സ് ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണ്ടേഴ്സ് ഗ്യാദറേഴ്സ് പിന്നീട് എന്ത് ചെയ്തു, അഗ്രികൾച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ്, ഒരു സെറ്റിൽഡ് ലൈഫിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തി, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ തുടങ്ങി, അങ്ങനെ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ സെറ്റിൽഡ് ലൈഫ് ആയപ്പോഴേക്കും ജനങ്ങൾ എന്ത് ചെയ്തു, ചേഞ്ച് ആവാൻ തുടങ്ങി. സോ അവരുടെ ലാംഗ്വേജ്, ഫുഡ്, മ്യൂസിക്, റിലീജിയസ് ഫോംസ്, ഒപ്പം തന്നെ എന്താണ് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. സോ പണ്ടത്തെയും പുതിയതുമായിട്ടുള്ള ഒരു ഇൻ്റർ മിക്സിംഗ് ആയിരുന്നു നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ഒരു റീജിയൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി ഡൈവേഴ്സ് ആവാൻ തുടങ്ങി, വ്യത്യസ്തമാവാൻ തുടങ്ങി. എന്നാൽ അതിനെന്താണ്, യുണീക്കായിട്ടുള്ളൊരു ഹിസ്റ്ററിയും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ മറ്റൊരു ഫാക്ടറാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കേരളയും കാശ്മീറും. സോ കേരളയും കാശ്മീരും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കൊണ്ടാണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വരുന്നത്. സോ നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരി ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇല്ലേ, ഇന്ത്യക്കാർ. സോ ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സോ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ഇടയിലും നമ്മൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സോ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷായിരുന്നു ഇല്ലേ. സോ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറും റിലീജിയനും റീജിയണലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു, ഈ ഒരു ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുള്ള നമ്മൾ ഒരുമിച്ച് നിന്നു. കാരണം ബ്രിട്ടീഷുകാരന്ന് വിചാരിച്ചത് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡിവൈഡ് ആൻഡ് റൂൾ,
നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവർക്ക് റൂൾ ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് വന്നിട്ട് ജോയിൻ്റ് ആക്ഷനിലൂടെ ഒപ്പോസ് ചെയ്തു ഇല്ലേ. സോ നമ്മളെന്താണ്, ജയിലിൽ പോയതാണെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്തതാണെങ്കിലും ഒരുമിച്ചായിരുന്നു ഇല്ലേ. സോ ഈ ഒരു ബ്രിട്ടീഷ് ആ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ആ ഒരു ബ്രിട്ടീഷിൻ്റെ തന്ത്രം നമുക്ക് മുമ്പിൽ തോറ്റുപോയി. സോ നമ്മുടെ ഡൈവേഴ്സിറ്റിയെ പറ്റി പറയുമ്പോഴേക്കും ഇപ്പോൾ വേൾഡിൽ തന്നെ 8 മേജർ റിലീജിയൻസ് ഉണ്ട്. സോ ഈ ഒരു 8 മേജർ റിലീജിയൻസിലും ഓരോന്നും നമ്മുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഏകദേശം 1600 ലാംഗ്വേജുകളുണ്ട്. ഇതും തന്നെ ഓരോ റൂട്ട്സിലും നമ്മുടെ മാതൃഭാഷയായിട്ട് ഓരോ ജനങ്ങൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. ഇത് കൂടാതെ തന്നെ ഏകദേശം 100-ൽ കൂടുതൽ ഡാൻസ് ഫോംസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഓരോ ഡൈവേഴ്സിറ്റിയും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കോർണേഴ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സോ അവിടെ വരുന്നൊരു കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ. സോ ഡൈവേഴ്സിറ്റിയെ പറ്റി പറയുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നൊരു കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിസ്ക്രിമിനേഷന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ ആളുകളെ ശ്രദ്ധിക്കൂല്ലേ, അവർ ഇട്ടേക്കുന്ന ഡ്രസ്സ്, അവർ സംസാരിക്കുന്ന രീതി ഇല്ലേ. സോ ആ ഒരു രീതി വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഔട്ടർ ലുക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ വ്യക്തി സേഫ് ആണോ സെക്യൂർ ആണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഇല്ലേ. സോ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയെ വിളിക്കുന്ന പേരാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആളുകളെ ജഡ്ജ് ചെയ്യുന്നു ഇല്ലേ, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു. സോ ഡു യു ഹാവ് എനി പ്രെജുഡിസ് അഗെയിൻസ്റ്റ് റൂറൽ ആൻഡ് അർബൻ പീപ്പിൾ? കമൻറ്റ് ബിലോ. സോ ഈ ഒരു പ്രെജുഡിസിനോടൊപ്പം തന്നെ കുറച്ച് സ്റ്റീരിയോ ടൈപ്പുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? സ്റ്റീരിയോ ടൈപ്സ്. ഈ ടേമൊക്കെ ഓർത്ത് വെച്ചോട്ടോ, ആൻസർ റൈറ്റിങ്ങിൽ ഉപയോഗിക്കാം. സോ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പറയുകയാണെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഒന്ന് വീഴുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അത് ബോയ്സ് ആണെങ്കിൽ എന്ത് പറയും, അമ്മൂമ്മമാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒക്കെ പറയും, ആൺകുട്ടികൾ കരയുമോ എന്ന് ചോദിക്കൂല്ലേ. അതേ ചോദ്യം പെൺകുട്ടികൾ വീണാൽ പറയുമോ? അങ്ങനെയില്ല അല്ലേ. സോ ഇത്തരത്തിൽ സൊസൈറ്റിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യത്തിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തിലും ഉണ്ട് അല്ലേ. സോ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വ്യക്തിനെ ഒരു യുണീക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള നോക്കാനുള്ള നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നത്. സോ ഓരോ ഹ്യൂമനും അവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ. സോ അതിനെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഫോം ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാറ്റേണിൽ തന്നെ കാണാൻ തുടങ്ങി, അതായത് അങ്ങനെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവൻ പറയത്തില്ല, ആ ഏരിയയിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, കൊല്ലംകാർ അങ്ങനെയാണ്. സോ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പുകൾ വരാൻ തുടങ്ങി. ഇനി സ്റ്റീരിയോ ടൈപ്പിന് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ കുറവായിരുന്നു ഇല്ലേ. സോ ആ ഒരു സ്റ്റീരിയോ ടൈപ്പിൻ്റെ ബേസിസ് എന്താണ്? റിലീജിയൻ ആണെന്ന് പറയാമില്ലേ. പക്ഷേ എല്ലാ കാര്യത്തിലും റിലീജിയൻ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് വരുമോ? അതായത് ഇപ്പം എഡ്യൂക്കേഷൻ്റെ കേസിൽ തന്നെ വേറൊരു രീതി പറയാം. ഇപ്പോൾ ട്രൈബൽ ഏരിയ നോക്കുവാണെങ്കിൽ അവിടെയും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അല്ലേ. പക്ഷേ എന്താണ്, അവരുടെ ആ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രരാണല്ലേ അവർ. സോ അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ എത്താൻ പറ്റുന്നില്ല. സോ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് നേരത്തെ പറഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാത്ത സ്റ്റീരിയോ ടൈപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ആദ്യത്തെ മുസ്ലിം പെൺകുട്ടി സ്കൂളിൽ എത്താത്ത ആ ഒരു സ്റ്റീരിയോ ടൈപ്പിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ റിലീജിയൻ ആണെങ്കിൽ, ട്രൈബൽസിലെ ആൺകുട്ടിയും പെൺകുട്ടിയും എത്തപ്പെടുന്നില്ല സ്കൂളിൽ. അതിൻ്റെ സ്റ്റീരിയോ ടൈപ്പിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനിക്വാളിറ്റി, അതായത് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറയാമല്ലേ. സോ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ പറ്റി പറയുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം പെൺകുട്ടികളും എല്ലാവരും തന്നെ എഡ്യൂക്കേഷൻ എടുക്കുന്നുണ്ട് അല്ലേ. സോ ഇതിനൊരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് സൊസൈറ്റിയിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് ഗവൺമെൻറ്റുകൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾസിൽ ഒരു 60% എംപ്ലോയീസും വിമൻ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൈബൽസിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞൊരു ടേമാണ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇല്ലേ. സോ ഇതിൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഡിസ്ക്രിമിനേഷനുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ സൊസൈറ്റിയിൽ ഇനിക്വാളിറ്റിയും ഉണ്ട്, അതായത് തുല്യത ഇല്ലായ്മ. സോ ഇനിക്വാളിറ്റിയുടെ മെയിൻ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടാണ്. സോ ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ
വർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അല്ലേ. അതായത് ഇപ്പം നമ്മുടെ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ പല ടൈപ്പിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ക്ലീനിങ്, വാഷിംഗ്, കട്ടിങ് ഹെയർ, പിന്നെന്താണ് ഗാർബേജ് പിക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഒരു കുറഞ്ഞ വാല്യൂ ആയിട്ടാണ് സൊസൈറ്റിയിൽ കാണുന്നത്, അത്തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവരല്ലേ. സോ ഈ ഒരു നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ചില തൊഴിലുകളുടെയൊക്കെ ബേസിസ് എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റമാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ കാസ്റ്റുകൾ ഓരോ ഏണിപ്പടികളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിൽ നിന്നാണ് ഓരോ എംപ്ലോയ്മെൻറ്റും ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാസ്റ്റ് സിസ്റ്റം എന്നുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏണി നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിൽ അപ്പർ കാസ്റ്റ് ഉണ്ടാവും അല്ലേ, ഏറ്റവും താഴെ ലോവർ കാസ്റ്റ്, അതായത് അൺടച്ചബിൾസ് ഉണ്ടായിരിക്കും അല്ലേ. സോ ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു പേര് വിളിക്കാം, സോഷ്യൽ പ്രെജുഡൈസ്. സൊസൈറ്റിയിൽ ഇനിക്വാളിറ്റി ഉണ്ട്. സോ ഉറപ്പായിട്ടും ഇക്വാലിറ്റിക്ക് വേണ്ടി ഓരോ ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങും. സോ ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദളിറ്റ്സ്. സോ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ലോവർ കാസ്റ്റ് ആണ് അല്ലേ. ഗവൺമെൻറ് ഇവരെ ഷെഡ്യൂൾ കാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. സോ ദളിറ്റ്സിൻ്റെ ഉന്നമനത്തിനായിട്ട് വന്നിട്ടുള്ളൊരു ലീഡറാണ് BR അംബേദ്കർ സർ. സോ ഈ ഒരു ദളിത് കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്തിട്ട് അമ്പലങ്ങളിൽ കയറാനും ഒപ്പം തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും എല്ലാ കാറ്റഗറിയിലും സൊസൈറ്റിയിലേക്ക് മുന്നോട്ട് വരാനായിട്ട് അവർ ഒരുപാട് ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ഒപ്പം തന്നെ ഓരോ ഇനിക്വാളിറ്റിക്ക് വേണ്ടി വിമൻസ് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഒപ്പം തന്നെ ഈ ഒരു കർഷകരാണെങ്കിലും ട്രൈബൽസ് ആണെങ്കിലും മണി ലെൻഡേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പം അവർ പൈസ കടം കൊടുക്കുകയാണെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഓരോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ഇക്വാലിറ്റിക്ക് വേണ്ടി. സോ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ. സോ ആ ടൈമിൽ നമ്മുടെ ലീഡേഴ്സിൻ്റെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇനിക്വാളിറ്റി തന്നെ ആയിരുന്നു. സോ അവർക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഇനീക്വാളിറ്റി ഉണ്ട് ഇല്ലേ. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സൊസൈറ്റിയിലെ ക്രൈം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ക്രൈമുകൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ നിയമം വെച്ചിട്ട് എങ്ങനെ ലീഗലി തുടച്ചു മാറ്റാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ ലീഡേഴ്സിൻ്റെ കൺസേൺ എന്ന് പറയുന്നത്. സോ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോബ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റി. ഒപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ മെയിൻ എലമെൻ്റായിട്ട് അവർ അഡ്ഹെയർ ചെയ്തതും ഇക്വാലിറ്റി തന്നെയായിരുന്നു. സോ നമ്മുടെ രാജ്യത്ത് എല്ലാ ആൾക്കാർക്കും ഏത് മതത്തെ വിശ്വസിക്കാനും നമുക്കറിയാവുന്ന നമ്മുടെ മാതൃഭാഷ സംസാരിക്കാനും നമ്മുടെ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നു. സോ നമ്മുടെ ഗവൺമെൻറ് എല്ലാ റിലീജിയനെയും ഈക്വലായിട്ട് കാണാൻ തുടങ്ങി. സോ നമ്മുടെ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയായി മാറി. സെക്യുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിലീജിയനെ റെസ്പെക്റ്റ് ചെയ്യുക. സോ നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ചൊരു മതമില്ല, പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മതത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റായിട്ട് മാറിയ ഒരു കാര്യമാണ് യൂണിറ്റി ആൻഡ് റെസ്പെക്റ്റ്. സോ നമ്മുടെ ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി, പക്ഷേ അതെങ്ങനെ കൈകാര്യം ചെയ്യും? അതിനു വേണ്ടിയാണ് നമുക്കൊരു ഗവൺമെൻറ് ഉള്ളത്. സോ ഈ ഒരു ഗവൺമെൻറ് എന്തിനു വേണ്ടിയാണ്? സിറ്റിസണിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെൻറ് രൂപപ്പെട്ടിട്ടുള്ളത്. സോ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യും? ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാനുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള വിലക്കയറ്റം അത് കുറയ്ക്കാനായിട്ട്, നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനായിട്ട്, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്നുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട്, നമ്മുടെ ബൗണ്ടറീസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടി? സിറ്റിസൺസിന് വേണ്ടി. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം നമുക്ക് നടപ്പിലാക്കാനായിട്ട് നമുക്കൊരു കോർട്ടും ഉണ്ട്.
സോ ഈ ഒരു ഗവൺമെൻറ് ഒറ്റയൊരു ആൾക്ക് നമ്മുടെ ഈ ഒരു ഇന്ത്യ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഈ ഒരു ഗവൺമെൻറ്റിന് ഓരോ ലെവലുകളായിട്ട് തിരിക്കാൻ തുടങ്ങി. സോ വില്ലേജ് ഏരിയയിൽ ലോക്കൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, ഒപ്പം തന്നെ നമുക്ക് നാഷണൽ ലെവലിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. സോ ഈ രീതിയിൽ നമ്മുടെ ഓരോ ഏരിയയിലേക്കും ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കാര്യങ്ങൾ എത്തിച്ചേരാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഗവൺമെൻറ് എന്ത് ചെയ്യും? നിയമം ഉണ്ടാക്കും ഇല്ലേ? സോ ഇതെന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ സിറ്റിസൺസും എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം ഇല്ലേ? സോ നമുക്ക് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കതെന്ത് ചെയ്യാം? കോർട്ടിനെ സമീപിക്കാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗവൺമെൻറ് രൂപപ്പെടുന്നത്? സോ നമുക്കറിയാം എലക്ഷൻ ഉണ്ടല്ലേ? സോ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നമ്മുടെ അധികാരികളായിട്ട് വരുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി ഇതൊക്കെ നമുക്ക് കുഞ്ഞിലേ അറിയാവുന്ന കാര്യമാണ് അല്ലേ? സോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? മൊണാർക്കി, അതായത് രാജ്യഭരണം. പണ്ടത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ എലക്ഷനിൽ എല്ലാവർക്കും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായത് സ്ത്രീകൾക്ക്, ലോവർ സെക്ഷൻസിനൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ലോവർ സെക്ഷൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രോപ്പർട്ടി ലെസ് ആയിട്ടുള്ള ആൾക്കാർ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. സോ ഇതിനൊരു മാറ്റം ഉണ്ടായത്, അതായത് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്ന കാര്യം വന്നത് USA-യിലായിരുന്നു. സോ USA-യിലുള്ള ആ ഒരു മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് വിമൻസ് സഫറേജ് എന്ന് പറയുന്നത്. വിമൻ സഫറേജ്. സോ ഇത് മെയിനായിട്ട് USA-യിലും യൂറോപ്പിലും ഒക്കെ ആയിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും റൈറ്റ് ടു വോട്ട് കിട്ടിയത്. സോ നമ്മൾ ഈ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ എലമെൻസിനെ പറ്റിയാണ് നോക്കുന്നത്. സോ ഒരു ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ആ ഒരു കാര്യം പറയുമ്പോഴേക്കും ഫസ്റ്റ് ഉണ്ടായ ഡെമോക്രാറ്റിക് കൺട്രി ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ്. സോ സൗത്ത് ആഫ്രിക്ക പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിൽ വരുന്നൊരു ലീഡറാണ് നെൽസൺ മണ്ടേല. സോ ഒബ്വിയസ്ലി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിൾ എന്തായിരുന്നു? അപ്പാർട്ടൈറ്റ് ആയിരുന്നു അല്ലേ? അപ്പാർട്ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണ വിവേചനം. സോ അതിനെതിരായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. സോ ഈ ഒരു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് നാൾ സ്ട്രഗിൾ ചെയ്തിട്ട് 1994 സക്സീഡായി. സോ ആ ഒരു സക്സീഡിൻ്റെ ഭാഗമായിട്ട് എല്ലാ റേസസിനും എന്ത് ചെയ്യാൻ പറ്റി? ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് നേടിക്കൊടുത്തു. സോ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡെമോക്രാറ്റിക് കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ എലമെൻറ്റ്സ് ആണ്. സോ ഈ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് എലക്റ്റഡ് ആണല്ലേ? സോ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊരു ടേം ഉണ്ടായിരിക്കും. അതായത് ഏകദേശം എത്ര വർഷം ഈ ഗവൺമെൻറ്റിന് അധികാരത്തിലിരിക്കാം. സോ ഇപ്പം ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 5 വർഷമാണ് അല്ലേ? അതിനുശേഷം വീണ്ടും അടുത്തൊരു എലക്ഷൻ ഉണ്ടാവും. അങ്ങനെ പുതിയ ആൾക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡെമോക്രസിയെ ബിലീവ് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എലക്ഷൻസ് 5 വർഷം കൂടുമ്പോൾ നടക്കും ഇല്ലേ? സോ നമുക്ക് അധികാരികൾ വന്നു കഴിഞ്ഞാൽ ആ അധികാരികൾ അത് ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? പ്രൊട്ടസ്റ്റ് ചെയ്യാം, റാലീസ് നടത്താം, സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ ഉണ്ട്, TV ഉണ്ട്, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ അധികാരത്തിൽ ഉണ്ടായ ആ ഒരു ഗവൺമെൻറ്റിനെ ചലഞ്ച് ചെയ്യാൻ പറ്റൂല്ലേ? എസ്പെഷ്യലി ഈ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേമൊക്കെ ഉപയോഗിക്കുമ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ദളിറ്റ്സ്, ആദിവാസി, വിമൻസ് ഇവരൊക്കെയാണ് അല്ലേ? സോ ഇങ്ങനെയുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഗവൺമെൻറ് എന്ത് ചെയ്യും? നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യും അല്ലേ?
ഇനി എത്രയൊക്കെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും അല്ലേ? സോ ഈ ഒരു കോൺഫ്ലിക്ട്സിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഡിഫറെൻറ്റ് കൾച്ചറാണ്, റിലീജിയനാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. സോ ഇതിൻ്റെ ബേസിസിലൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഒബ്വിയസ്ലി ഉണ്ടാവും. സോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിലൊക്കെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും വയലൻസ് ഉണ്ടാവും അല്ലേ? സോ ഇതൊക്കെ തടയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് ഒക്കെ നടക്കുവാണെങ്കിൽ എന്തായാലും അവിടെ ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യും ഇല്ലേ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ്റിന് എന്തുണ്ട്? പോലീസ് ഉണ്ട്. ഇപ്പം വേറെ കോൺഫ്ലിക്റ്റുകൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം റിവർ കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലേ? സോ അതായത് നമുക്ക് അറിയാം ഒരു റിവർ ഒരു സ്റ്റേറ്റിൽ കൂടെ മാത്രമല്ല പല സ്റ്റേറ്റിൽ കൂടെ പോകും. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കാവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒത്തിരി സ്റ്റേറ്റുകളിൽ കൂടെ കയറി പോകുന്നതാണ്. സോ ഈ ഒരു കാവേരി വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺഫ്ലിക്റ്റുള്ള 2 സ്റ്റേറ്റുകളാണ് കർണാടകയും തമിഴ്നാടും അല്ലേ? ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റിവർ പോവുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ നമ്മൾ അപ്പർ കോഴ്സ് എന്നും താഴെയുള്ള ഏരിയ ലോവർ കോഴ്സ് എന്നും പറയും. സോ ഈ ഒരു അപ്പർ കോഴ്സ് എന്ന് പറയുന്നത് കർണാടകയിലും ലോവർ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുമാണ്. ഈ രണ്ടിടത്ത് ഇവർ ഡാം വെച്ചിട്ടുമുണ്ട്. സോ 2 പേർക്കും എന്താണ്, ആവശ്യത്തിനുള്ള വെള്ളം കിട്ടത്തില്ല. സോ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. സോ ഇങ്ങനെ വരുമ്പം എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ടുകൾ വരുമ്പം അവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് കോർട്ടുകൾ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് പോലീസുമുണ്ട്, കോർട്ടും ഉണ്ട് അല്ലേ? നമ്മൾ കോർട്ടിനെ പറ്റി പറഞ്ഞു, അപ്പം നമുക്കവിടെ ഒരു നിയമം ഉണ്ടാവും അല്ലേ? സോ ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. സോ ഇതാണ് നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ കീ ഐഡിയ എന്ന് പറയുന്നത്. സോ ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് അൺടച്ചബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ എന്താണ്, ഈ നിയമം വെച്ചിട്ട് ഇത് നമ്മൾ ബാൻ ചെയ്തേക്കുവാണ്. സോ നമ്മൾ ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞു. സോ നമ്മൾ ഫസ്റ്റ് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ്. സോ ലോക്കൽ ഗവൺമെൻറ് നമുക്ക് പഞ്ചായത്ത് എന്ന് വിളിക്കാം അല്ലേ? സോ പഞ്ചായത്ത് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വില്ലേജിലാണ്. സോ വില്ലേജുകളെ നമ്മളെന്താണ് ഓരോ വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാളർ ഏരിയ ആണ്. സോ ഓരോ വാർഡിനും ഓരോ വാർഡ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു വാർഡ് മെമ്പറിനെ വിളിക്കുന്ന പേരാണ് പാഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഓരോ വാർഡ് മെമ്പേഴ്സും കൂടി ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യും. സോ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിക്കുന്ന പേരാണ് സർപഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാഞ്ചും സർപഞ്ചും കൂടി ഒരുമിച്ച് ചേർന്ന് ക്രിയേറ്റ് ആവുന്നതാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. സോ ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ഗ്രാമസഭ എലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാമപഞ്ചായത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഗ്രാമസഭയുടെ അപ്രൂവൽ വേണം. സോ ഇവരുടെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജേഴ്സിന് വേണ്ടിയുള്ള പ്രോഗ്രാംസുകൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗ്രാമസഭയുടെ അപ്രൂവലോട് കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് വർക്ക് ചെയ്യുന്നത്. സോ ഇവരുടെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, വാട്ടർ റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുക, അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് റോഡ്, ഡ്രെയിനേജ്, സ്കൂൾ ബിൽഡിങ്, ഒപ്പം തന്നെ നമ്മുടെ പല പ്രോപ്പർട്ടി റിസോഴ്സസ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നോക്കുക. ഒപ്പം തന്നെ നമുക്കറിയാം ലോക്കൽ ടാക്സ് ഉണ്ട്, ആ ടാക്സ് പിരിക്കുക. ഒപ്പം തന്നെ ഗവൺമെൻറ് സ്കീമുകളെല്ലാം തന്നെ എല്ലാ റൂട്ട്സിലും എത്തിക്കുക. അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് ഈ പഞ്ചായത്ത് ത്രൂ ആണ്. സോ ഉറപ്പായിട്ടും ഇവർക്ക് എന്ത് വേണം, ഫണ്ട് വേണം അല്ലേ? സോ ഈ ഒരു ഫണ്ട് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ഏരിയയിൽ ടാക്സ് പിരിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ കരം നമ്മൾ അടയ്ക്കുന്നുണ്ട് അല്ലേ, വീടിൻ്റെ കരം അടയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓരോ സ്കീമുകൾ നടക്കാനായിട്ട് ഫണ്ട് എന്താണ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി വർക്ക്സിന് വേണ്ടി ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇതിലൂടെയാണ് ഇവർ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫണ്ടിലൂടെയാണ് ഇവിടുത്തെ വർക്കുകൾ നടക്കുന്നത്. ഇനി ഓരോ ഗ്രാമപഞ്ചായത്ത് യൂണിറ്റുകളും ചേർന്നിട്ട് ബ്ലോക്ക് ലെവലിലുള്ള പഞ്ചായത്താവും. സോ ബ്ലോക്ക് ലെവലിനെ പറയുന്ന പേരാണ് ജൻപദ് പഞ്ചായത്ത് ഓർ പഞ്ചായത്ത് സമിതി എന്ന് പറയാം അല്ലേ, പഞ്ചായത്ത് സമിതി. സോ ഈ ഒരു പഞ്ചായത്ത് സമിതിയുടെ മുകളിൽ വരുന്ന അടുത്ത ഗ്രൂപ്പാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത്. സോ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന് 3 ലെവലുണ്ട്.
ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജില്ലാ പരിഷത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള പഞ്ചായത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യും. ഈ പ്ലാൻസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി റെഗുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു മണി അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കും. ഗ്രാമപഞ്ചായത്തിലൂടെ വില്ലേജിലേക്ക് ആ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യും. നമ്മൾ പറയുന്നത് റൂറൽ അഡ്മിനിസ്ട്രേഷനാണ്. സോ അതിൽ വരുന്ന ഫസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസാണ് അല്ലേ. സോ പോലീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂറൽ ഏരിയ അവരുടെ കൺട്രോളിലായിരിക്കും. സോ ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ പരിധിയുണ്ട്. ആ ഏരിയ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു കറസ്പോണ്ടിങ് പോലീസ് സ്റ്റേഷനായിരിക്കും. ഒപ്പം തന്നെ അവിടുത്തുള്ള ലാൻഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പോലീസാണ്. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറാണ്. സോ വില്ലേജ് ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലാൻഡ് മെഷർ ചെയ്യുക, ലാൻഡ് റവന്യൂ അതിൻ്റെ ഫുൾ കളക്ഷൻസ് എടുക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള ക്രോപ്പ്, ഏതൊക്കെ ക്രോപ്പുകൾ അവിടെ വളർത്തുന്നുണ്ട്, അവിടുത്തെ പാറ്റേൺ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതും വില്ലേജ് ഓഫീസറാണ്. സിംപ്ലി നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. സോ ഈ സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഡിസ്ട്രിക്ട്സ് ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ജില്ലകൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് താലൂക്ക് അല്ലെങ്കിൽ തഹസിൽ ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു താലൂക്കിൽ ആരാണുള്ളത്? റവന്യൂ ഓഫീസേഴ്സാണുള്ളത്. സോ ഈ ഒരു റവന്യൂ ഓഫീസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന റവന്യൂ ഓഫീസേഴ്സാണ്. സോ ഈ ഒരു താലൂക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വില്ലേജ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ ഓരോ വില്ലേജിൻ്റെ, അവിടെ നിന്നുണ്ടാവുന്ന ഡിസ്പ്യൂട്ടുകൾ കേൾക്കുക, ഒപ്പം തന്നെ വില്ലേജ് ഓഫീസേഴ്സിൻ്റെ വർക്കുകൾ പ്രോപ്പറാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഇതൊക്കെയാണ് ഈ ഒരു താലൂക്ക് ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ റൂറൽ അഡ്മിനിസ്ട്രേഷനാണ് പറഞ്ഞത്. സോ അടുത്തത് അർബൻ അഡ്മിനിസ്ട്രേഷനാണ് അല്ലേ. സോ അർബൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞ വില്ലേജ് മാറിയിട്ട് സിറ്റി ആവും. സിറ്റി വാർഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വാർഡിന് വാർഡ് കൗൺസിലറാണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? കൗൺസിലേഴ്സിനെ എലക്ട് ചെയ്യും ഇല്ലേ. വാർഡ് കൗൺസിലേഴ്സ് എന്ത് ചെയ്യും? കമ്മിറ്റീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവർ മീറ്റിംഗ് കൂടിയിട്ടാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ലൈവ്ലിഹുഡ്സ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ റൂറൽ ഏരിയയിൽ നോക്കാം. സോ റൂറൽ ഏരിയയിൽ കൂടുതലും കർഷകരാണുള്ളത്. ഒപ്പം തന്നെ നോൺ ഫാം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, അതായത് തൊഴിലാളികളുമുണ്ട് ഇല്ലേ. സോ ഇവരുടെയൊക്കെ ജീവിത രീതി മെയിനായിട്ട് പ്രകൃതിയെയും ഒപ്പം തന്നെ അവിടുത്തെ സീസൺസിനെയും നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. സോ ചില സാഹചര്യങ്ങളിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. സോ ഇവർക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ടാണ് അവരെന്ത് പൈസ സമ്പാദിക്കുന്നത്. സോ ചില സമയങ്ങളിൽ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ വരുമ്പോഴേക്കും ഇവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ആ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പണം കടം വാങ്ങും ഇല്ലേ. സോ സർവൈവലിന് വേണ്ടി പണം കടം വാങ്ങും. സോ ഇങ്ങനൊരു രീതിയാണ് റൂറൽ ഏരിയയിൽ നടക്കുന്നത്. എന്നാൽ നമ്മൾ അർബൻ ഏരിയയിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിത രീതിയാണ് പറയുന്നത്. സോ നമുക്കറിയാം സ്ട്രീറ്റുകളുണ്ട് അല്ലേ. സ്ട്രീറ്റുകളിൽ ഒരുപാട് കച്ചവടക്കാർ അല്ലെങ്കിൽ വെൻഡേഴ്സ് ഉണ്ട്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി സ്ട്രക്ചറായിരിക്കും. നമുക്കറിയാം ഉന്തുവണ്ടികളൊക്കെ കാണാൻ പറ്റില്ല, അതിലൂടെ സ്നാക്സൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. സോ ഇങ്ങനെ വെൻഡേഴ്സ്, ഈ കച്ചവടക്കാർ നമ്മുടെ ആ ഒരു നമ്മൾ നടക്കുന്ന ആ സർവീസ് റോഡിൽ നമുക്ക് ആളുകൾ നടന്നു പോകേണ്ട ആ സ്ഥലത്തായിരിക്കും ഇവരുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞ് ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. സോ ഇത് കാരണം നമുക്ക് ജനങ്ങൾക്ക് നടക്കാനുള്ള ആ ഒരു സാഹചര്യമാണെങ്കിലും ഒത്തിരി ട്രാഫിക്കുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളാണ് റൂറലിലും അർബൻ ഏരിയയിലുള്ളത്. അർബൻ ഏരിയയിൽ സിറ്റി ലൈഫിലുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്, വലിയ എംപ്ലോയീസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് വെൻഡേഴ്സാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡു യു ഹാവ് എനി പ്രെജുഡിസ് എഗെയിൻസ്റ്റ് റൂറൽ ആൻഡ് അർബൻ പീപ്പിൾ? ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം
1 കോടി കൂടുതൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. സോ ഇന്നത്തെ കണക്ക് എത്രയാണെന്നും കൂടി പറയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. സോ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.